കുഞ്ഞുങ്ങൾക്ക് ശരിക്കും കുറച്ച് തമാശയല്ലാണ്. പക്ഷെ ഞങ്ങളെല്ലാം വായിക്കണ്ടല്ല. ഓരോ ദിവസം വായിക്കുമ്പോഴും പുതിയ പുതിയ രസമുണ്ടാവില്ല. രസമല്ലേ വായിക്കുമ്പോ രസം ഉണ്ടാവില്ലേ അല്ലേ? കളിക്കുമ്പോ രസം ഉണ്ടാവില്ലേ? എടുക്കാനാണ് വീമെടുക്കാനാണ്. നമ്മ പറിക്കാനൊന്നും പോയില്ല. നമ്മ നല്ല കുഞ്ഞല്ലേ. നമ്മ മറ്റുള്ളവരെ വീട്ടിൽ പോയിട്ട് പറിച്ചെടുക്കുവോ? അവിടെ മാങ്ങ വീഴുന്നുണ്ടോ എന്ത് ചെയ്യും? നമ്മൾ എടുക്കൂലേ? എടുത്തിട്ട് വീട്ടുകാരോട് പറയും ഞാൻ ഈ മാങ്ങ കൊണ്ടേക്കോന്ന് പറയും. അങ്ങനല്ലേ? അല്ലേ? അങ്ങനെയാണ്. നല്ല കുഞ്ഞാണല്ലേ? അപ്പൊ പണ്ട് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ ചെറുപ്പകാലത്ത് അദ്ദേഹം കുഞ്ഞായിരിക്കും നിങ്ങളെ പോലെ ആയിരിക്കുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കളിക്കൂട്ടുകാരിയും ഒക്കെ മാങ്ങ പെറുക്കാൻ പോയതും അപ്പോഴെന്തെന്നറിയാവോ? ഈ കഥയില് ഈ ആൺകുട്ടി എന്ന് പറയുന്നത് കുറച്ച് പണക്കാരുടെ മോനാണ്, പണമുള്ള വീട്ടിലെ കുഞ്ഞിയാണ്. പെൺകുട്ടി എന്ന് പറഞ്ഞാലാണ് പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞിയാണ്. പക്ഷെ അവര് തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. പക്ഷെ ഇഷ്ടമാണെങ്കിലും ഇടക്കിടക്ക് എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിൽ പറയുന്നവര് പാമ്പും കീരിയും മാതിരി ഇങ്ങനെ എപ്പോഴും എന്ത് ചെയ്യും? കടിപിടി കൂടിക്കൊണ്ടിരിക്കും. ഒരാളെന്ന് പറഞ്ഞാൽ വേറൊരാൾ നേരെ എതിരെ പറഞ്ഞു അല്ലേ? അങ്ങനെയുള്ള മാവുമ്പോ കയറാൻ പറ്റുമോ? പെൺകുട്ടിക്ക് പറ്റൂല. അപ്പൊ പെൺകുട്ടി പറയും എടാ എനിക്കൊരു മാങ്ങ പറിച്ചു തരുമോ? പറിച്ചു തരുമ്പോഴേക്കും ആൺകുട്ടിക്ക് മാവുമ്പോ കയറാൻ പറ്റും. പെൺകുട്ടി വിചാരിക്കാർക്ക് പറ്റില്ല. പെൺകുട്ടിക്ക് മാവുമ്പോ കയറുമ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടാ. പൈസ വാങ്ങിന് റബ്ബറിന്റെ ഒരു മൂക്കും വെച്ചിട്ട് നാട്ടുകാരെല്ലാം പറ്റിക്കേറിയെന്ന്. അവിടെ എന്ത് വേണം? ഓനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞു. ഉൽമാനായി. അവസാനം പ്രധാനമന്ത്രിയും പ്രസിഡന്റും എല്ലാരും ഇടപെട്ടിട്ട് അവസാനം ചെയ്തു? പോലീസ് പിടിച്ചോണ്ടുപോയി. ആരെ പോലീസ് പിടിച്ചോണ്ടുപോയി? പാവം മൂക്കന്തെന്ന് അറിയാവോ? വലിയ പൈസയിലുണ്ടായി വലിയ വീടെല്ലാം കെട്ടുമ്പോ അവർക്ക് തോന്നും ഈ കൂലിയേരി സ്കൂളിൽ പഠിപ്പിക്കേണ്ടതല്ല എന്റെ കുഞ്ഞ്, വീടെല്ലാം പാവപ്പെട്ട കുഞ്ഞുങ്ങളല്ലേ. അതുകൊണ്ട് എന്ത് വേണം? എന്റെ കുഞ്ഞിന് വലിയ കോട്ടും സൂട്ടും ഷൂസെല്ലാം ഇട്ട് മക്കള് വലിയ മക്കള് പഠിക്കുന്ന സ്കൂളിൽ ചേർക്കണമെന്ന് തോന്നും. അങ്ങനെ ആക്കും. പിന്നീടല്ല അത് മുഹമ്മദ് ബഷീറിന്റെ ഒരു പ്രത്യേകത എന്നറിയാവോ? അദ്ദേഹം ചെറിയ കുഞ്ഞക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിലേ എഴുതുള്ളൂ. വലിയ വലിയ പുസ്തകമായിരിക്കും ചേർക്കുള്ളൂ. പക്ഷേ നിങ്ങൾക്കും വായിക്കാൻ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഇപ്പോഴും ഉടനെ വായിക്കണമെന്നില്ല, എന്നാലും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നിങ്ങൾക്ക് പാകമായ എല്ലാ കഥകളും നിങ്ങൾക്ക് ഇപ്പൊ വായിക്കാൻ പറ്റണമെന്നില്ല. പാകമായ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന കഥകളൊക്കെ ടീച്ചർമാരുടെ മാഷന്മാരോട് പറഞ്ഞിട്ട് ഒന്നുകിൽ കൂട്ടമായിട്ട് വായിക്കുക, അല്ലെങ്കിൽ ഒറ്റക്കൊറ്റക്ക് വായിക്കുക. ഇവരൊക്കെ എന്റെ കഥാപാത്രങ്ങളാണ്. ഇവരെല്ലാം ഓരോരുത്തരായി പരിചയപ്പെടുത്തിയിരിക്കും. ഞാൻ ആനവാണി രാമൻ നായർ. വിശ്വവിഖ്യാത സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആനവാരിയും പൊൻകുരിശും എന്ന കഥയിലെ കഥാപാത്രം ഞാൻ എന്നെ കുറിച്ചു പറയാം. നാട്ടിലെ ചക്കര വ്യാപാരം നടത്തുന്ന ഉണ്ടക്കണ്ണൻ അന്ത്രു എന്ന മഹാപിശുക്കൻ എന്നെ ഒരു കോൺട്രാക്ട് ഏൽപ്പിച്ചു. ചാത്തങ്കേരി മനയുടെ വകയായി ഇഷ്ടംപോലെ ചാണകവും ചാരവും കൂട്ടിയിട്ടിട്ടുണ്ട്. അത് രാത്രിയിൽ ഒരു വഞ്ചിയിൽ മോഷ്ടിച്ചു കൊണ്ടുവരണം. ഞാൻ 2 രൂപ അഡ്വാൻസും വാങ്ങി കോൺട്രാക്ട് ഏറ്റെടുത്തു. അന്ന് രാത്രി ഞാനും എന്റെ കൂട്ടുകാരായ തോമയും മണ്ടൻ മുത്താപ്പയും എട്ടുകാലി മമ്മൂനും കൂടി മോഷണത്തിന് പുറപ്പെട്ടു. സ്ഥലത്തെത്തി ഞാൻ ഒരു കൈക്കോട്ട് കൊണ്ട് ചാണകം കൊത്തി. പെട്ടെന്ന് ചാണകം എഴുന്നേറ്റു നിന്ന് നിലവിളിക്കാൻ തുടങ്ങി. അത് സത്യത്തിൽ പാർക്കുട്ടി എന്ന് പറഞ്ഞ ആനയായിരുന്നു. ഇരുട്ടത്ത് ആന കിടക്കുന്നത് കണ്ടപ്പോൾ ചാണകമാണെന്ന് തോന്നി. അന്നു മുതൽ
എന്നെ ആനവാടി രാമൻ നായർ എന്ന് വിളിക്കാൻ തുടങ്ങി. എന്നെ അറിയാലോ, എന്റെ പേര് സാറാമ്മ. പ്രേമലേഖനം എന്ന കഥയിലെ കഥാപാത്രമാണ് ഞാൻ. കേശവൻ നായരുടെ പ്രേമഭാജനമായ ഞാൻ ശമ്പളത്തിന് പ്രേമിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഭാവിയെ കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ചകൾ ഏറെ രസകരമായാണ് ഞങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. ഞാൻ കണ്ട മൂത്തവ ഉച്ചയ്ക്ക് കളിക്കാരന്റെ മകൻ എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് ഞാൻ. സൈനവയുടെ സഹായത്തോടെ ഉച്ചയ്ക്ക് കളിയിൽ വിജയിച്ച ഞാൻ ഒടുവിൽ സൈനവയെ സ്വന്തമാക്കി. ഞാൻ ഒറ്റക്കണ്ണൻ പോക്കർ. ഉച്ചയ്ക്ക് കളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ നായികയുടെ പിതാവ് ഒറ്റക്കണ്ണൻ പോക്കറാണ് ഞാൻ.